നമസ്കാരം. ഒരു പോക്സോ കേസ് പ്രതിയായിട്ടുള്ള മുകേഷ് എം നായർ എന്ന വ്ളോഗർ കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ പ്രവേശനോത്സവ ചടങ്ങിലെത്തി മുഖ്യാതിഥിയായിട്ട് അവിടെ പ്രഭാഷണമൊക്കെ നടത്തിയ സംഭവം വലിയ വിവാദമായി. അതിനെ തുടർന്ന് അന്വേഷണം ഉണ്ടായപ്പോൾ അവിടുത്തെ ഹെഡ് മാസ്റ്റർ പറഞ്ഞത്, ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പറഞ്ഞത്, ഇതാരാണ്, ഇതൊന്നും ഞങ്ങൾക്കറിയില്ല, സ്കൂൾ അറിഞ്ഞ സംഭവമല്ല. സ്കൂളിൽ പലതവണയായി പല പരിപാടികളും സ്പോൺസർ ചെയ്യുന്ന ഒരു സംഘം, ഒരു പ്രത്യേക ഗ്രൂപ്പ്, അവരുടെ ഒരു റെക്കമെൻഡേഷനിലാവണം ഇയാൾ വന്നത്, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് കൈയൊഴിയുകയായിരുന്നു. ഈ മുകേഷ് എം നായർ മാത്രമല്ല, കഴിഞ്ഞ ദിവസം പി ദിവ്യയും ഏതോ ഒരു സ്കൂളിൽ പ്രവേശനോത്സവത്തിൽ മുഖ്യാതിഥിയായിട്ട് ചെന്ന് നിന്ന് സംസാരിക്കുന്നത് കേട്ടു. ഇത് മാത്രമല്ല, പലരും സിനിമാ താരങ്ങളെയും മറ്റ് ആർട്ടിസ്റ്റുകളെയും ഒക്കെ, അതായത് സെലിബ്രിറ്റികളെ മുഖ്യാതിഥികളാക്കി സ്കൂൾ പ്രവേശനോത്സവങ്ങളിൽ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു ഏർപ്പാട് ഈ അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിന് പിന്നിലുള്ള ചേതോവികാരം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഈ വിദ്യാലയം എന്ന് പേരിട്ടിരിക്കുന്ന ആ ഇടം കുട്ടികളെ സംസ്കാരം പഠിപ്പിക്കുന്ന സ്ഥലമാണ്, അച്ചടക്കം പഠിപ്പിക്കുന്ന സ്ഥലമാണ്, കുട്ടികൾക്ക് അക്ഷരവും അറിവും പകർന്നു നൽകുന്ന ഇടമാണ്. അത്തരം ഇടങ്ങളിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചിലപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റി വരെ നേടിയിട്ടുള്ള ആളുകളെ, അതായത് കുപ്രസിദ്ധരായിട്ടുള്ള ആളുകളെ വരെ ഇവർ പ്രവേശനോത്സവങ്ങളിൽ പങ്കെടുപ്പിച്ച് ആളെ കൂട്ടാൻ ശ്രമിക്കുന്നതായിട്ട് കാണാറുണ്ട്. വളരെ തരം താണ ഒരു പരിപാടിയാണിത്. ഇപ്പോൾ ഈ ഒരു മുകേഷ് എം നായരുടെ കാര്യം വന്നപ്പോൾ ഒരുപാട് പേർ ചോദ്യം ചെയ്യുന്നത് കണ്ടു. അങ്ങനെയാണെങ്കിൽ വേടനെ എന്തിനാണ് സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയിൽ മെയിൻ അതിഥിയായിട്ട് കൊണ്ടുവന്നത്? കഞ്ചാവ് കേസിൽ പ്രതിയായിട്ടുള്ള ആളല്ലേ വേടൻ എന്ന് ചോദിച്ചു. അതും വളരെ കൃത്യമാണ്. ഇവരൊക്കെ മാത്രമേ ഈ നാട്ടിലുള്ളൂ, അല്ലെങ്കിൽ ഇവരൊക്കെ വേണോ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രവേശനോത്സവമായിക്കോട്ടെ, നമ്മുടെ ഏതെങ്കിലുമൊക്കെ ചടങ്ങുകൾ കൊഴിപ്പിക്കാനും അത് കളറാക്കാനും ഇത്തരം ആളുകൾ വേണമെന്ന് നിർബന്ധമുണ്ടോ? ആരാണ് ഈ നിർബന്ധം പിടിക്കുന്നത്? എന്താണ് ഇതിൻ്റെ ആവശ്യം? പ്രവേശനോത്സവം എന്ന് പറയുന്നത് കുട്ടികളുടെ അവധിക്കാലമൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം അവർക്ക് എല്ലാം കൊണ്ടും സന്തോഷമായിരിക്കണം. സ്കൂളിൻ്റെ ആദ്യത്തെ ദിവസം അവർക്ക് മറക്കാനാവാത്തതാക്കണം, ഏറ്റവും കളർഫുൾ ആക്കണം, സന്തോഷമുള്ളതാക്കണം എന്നുള്ള ഒരു ആശയമൊക്കെയാണ് സർക്കാരിനുള്ളത്. അതിന് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു സജഷൻ ഞാൻ പറയുകയാണെങ്കിൽ, ഈ പ്രവേശനോത്സവത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ യോഗ്യതയുള്ള ആളുകൾ ആ സ്കൂളിൽ തന്നെ നിലവിൽ പഠിക്കുന്ന സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ 1-ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ പുതിയതായിട്ട് അവിടെ ചെല്ലുന്നു. അവരോട് സംവദിക്കാൻ, അവരോട് കാര്യങ്ങൾ സംസാരിക്കാൻ അതേ സ്കൂളിലെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് നന്നായി സംസാരിക്കുന്ന കുട്ടികളുണ്ട്. അല്ലെങ്കിൽ അവർക്ക് വേണ്ട പരിശീലനം അവരുടെ അധ്യാപകർ കൊടുക്കണം. കൊച്ചു കുട്ടികളോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവരുടെ ഭാഷയിൽ, അവരുടെ ശബ്ദത്തിൽ. അവർ ആ 1-ാം ക്ലാസ്സിലെ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച കുട്ടികളാണ്. അവർക്ക് സംസാരിക്കാൻ കഴിയുന്നതിനേക്കാളും മികച്ചതായിട്ട്, അവർക്ക് സംവദിക്കാൻ കഴിയുന്നതിനേക്കാൾ മികച്ചതായിട്ട് വേറെ ആർക്ക് കഴിയും? എവിടേക്കോ എന്തൊക്കെയോ ചെയ്ത് ആരൊക്കെയോ ആയി തീർന്നെന്ന് സ്വയം കരുതുന്ന ആളുകൾക്ക് അതിന് സാധിക്കുമോ? ഈ സലിം കുമാറിനെ കഴിഞ്ഞ ദിവസം കണ്ടു, വേടൻ, പി ദിവ്യ, മുകേഷ് എം നായർ. എന്തിനാണ്? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാണ് ഈ പ്രഹസനം? ആളെ വിളിച്ചു കൂട്ടി പരിപാടി കൊഴിപ്പിക്കാൻ ഇതെന്താണ്? പ്രത്യേകിച്ച് ഒരു വിദ്യാലയത്തിൽ നടക്കുന്ന പരിപാടികളിൽ സംസ്കാരം എന്നൊന്നിന് വല്ല വിലയുമുണ്ടോ? കുട്ടികൾ എന്താണ് കണ്ടു പഠിക്കേണ്ടത്? ഇവരാരാണ് എന്ന് കുട്ടി ചോദിച്ചാൽ എന്താണ് മാതാപിതാക്കളും അധ്യാപകരും അവർക്ക് കൊടുക്കാൻ പോകുന്ന മറുപടി? അതുകൊണ്ട് ഇത്തരം അനാവശ്യങ്ങൾ ഒഴിവാക്കുക. വിദ്യാലയങ്ങളും കൂടി ഇങ്ങനെയുള്ള അനാവശ്യ പ്രഹസനങ്ങൾക്ക് മുൻകൈയെടുക്കാൻ തുടങ്ങിയാൽ, ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിയാൽ നമ്മൾ പിന്നെ എവിടെ ചെല്ലും? ഈ ആളിന് ഭ്രാന്ത് വന്നാൽ ചങ്ങലക്കിടാം, ചങ്ങലയ്ക്ക് ഭ്രാന്ത് വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കില്ലേ? സർക്കാരിനൊന്നും ഈ വിഷയത്തിൽ വലിയ ഒരു ഗൗരവമേ ഇല്ല. അവരെന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു അല്ലെങ്കിൽ വരുത്തി തീർക്കുന്നു എന്ന് കാണിക്കാനുള്ള ശ്രമത്തിലാണ്. അവരുടെ ശ്രദ്ധ മുഴുവൻ ഇലക്ഷനിലാണ്, അവർക്ക് കിട്ടാൻ പോകുന്ന വോട്ടിലാണ്. ഞങ്ങൾ അതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് അടുത്ത പ്രാവശ്യം വോട്ട് നേടാൻ മാത്രമാണ് അവർ ഈ വക കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അങ്കണവാടി കുട്ടികൾക്ക് ബിരിയാണിയൊക്കെ കൊടുക്കുന്ന കാര്യം പറഞ്ഞു. അതായത് ഒരു കുഞ്ഞ് പറഞ്ഞ ഉടനെ അത് നമ്മുടെ മന്ത്രി ചെയ്തു, നമ്മുടെ സർക്കാർ അത് ചെയ്തു എന്ന് വരുത്തുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ കുട്ടികൾക്ക് പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ആഹാരമാണ് മുട്ട ബിരിയാണി എന്ന് എനിക്ക് തോന്നുന്നില്ല. ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിലും 2 ദിവസമാണെങ്കിലും, അല്ലേ? പണ്ട് കാലം മുതൽക്ക് തന്നെ വെജിറ്റബിൾ ഉപ്പുമാവ്, കുട്ടികളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കൊഴുപ്പും പ്രോട്ടീനും ഒക്കെ ആവശ്യമായിട്ടുള്ള രീതിയിൽ കൊടുക്കുക എന്നതാണ് പ്രീ പ്രൈമറി സ്കൂളുകളിലെയും അങ്കണവാടികളുടെയും ഒക്കെ ആഹാര വിതരണത്തിൻ്റെ ലക്ഷ്യം. പിന്നെ സ്വന്തം വീടുകളിൽ നല്ല ആഹാരം, പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കാൻ നിർവാഹമില്ലാത്ത കുട്ടികൾക്ക് അത് ഇവിടെ നിന്ന് ലഭിക്കുക എന്നുള്ള ഒരു നന്മ കൂടി അതിനകത്തുണ്ട്. അല്ലാതെ തങ്ങളത് ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എന്തോ ചെയ്ത് മറയ്ക്കുന്നതല്ല ഒരു സർക്കാരിൻ്റെ കടമ. അതുകൊണ്ട് വിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസമുള്ള അധ്യാപകരുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ നോക്കിയിട്ട് കാര്യമില്ല. അറിയാം
ഓരോരുത്തരുടെയും നിലവാരം ഇവിടെ എന്താണെന്നറിയാം. അതുകൊണ്ട് അവരെ നിങ്ങൾ പരിഗണിക്കാതെ നിങ്ങൾ ഈ അതിഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കാൻ ആരെങ്കിലും ക്ഷണിക്കുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക, ആരെയാണ് വിളിക്കേണ്ടത്, അവരെന്താണ് പറയുന്നത്, ഇവരെ വിളിക്കുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. എൻ്റെ ഈ അഭിപ്രായത്തോട് ആരെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ.